മത്തായിയെ നീ വീട്ടിലടക്കല്ല മെല്ലെ നടക്ക. ഞാൻ എന്നോട് കാര്യമായിട്ടൊരു കാര്യം പറയാൻ വന്നല്ലേ. നീ സംഭവം ഒന്നും അറിയില്ല. എടാ നമ്മളെ ഷോളിയമ്മേന്റെ മോൻ ഗിനീഷില്ലേ, ഓൻ പുതിയൊരു ഷോർട്ട് ഫിലിം എടുത്തേക്ക് തമ്പുരാൻ അറിയുന്നത്. ഷോർട്ട് ഫിലിം എടുക്കുന്നത് നല്ലതാണ്, പക്ഷെ ഓൻ എടുത്ത് വളരെ മോശമായിട്ട് എടുത്ത് വൃത്തികെട്ട രീതിയിൽ അച്ചങ്കായിട്ട് നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ വളരെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, ആ ഷോർട്ട് ഫിലിം എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാണ്ടാക്കണം. അതെനിക്കറിയാം, നശിപ്പിക്കാനല്ലാണ്ടെങ്കിൽ വേറെ ഒന്നിനും ഞാൻ വിളിക്കല. ഞാൻ എന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നല്ല ഇവിടെ. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ. ഇതെങ്ങനെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും? ഇതൊന്നിക്ക് മൂപ്പര് വിചാരിക്കണം, അല്ലെ യൂട്യൂബ് വിചാരിക്കണം പോക്കണമെങ്കിൽ. യൂട്യൂബ് വിചാരിക്കണം? യൂട്യൂബ് നമ്മളൊന്ന് സ്വാധീനിച്ചാലോ? യൂട്യൂബിന്റെ അമ്മായിന്റെ മോനൊന്നല്ല സ്വാധീനിക്കുക. നീ അതൊക്കെ വിട്. മത്തായി ഇതെന്താ ചെയ്യമ്മള്? ഒരൊറ്റ വഴിയല്ലേ, ഇളക്കി വിടണം. ആരാ? ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ഇളക്കണം. പെണ്ണുങ്ങളെ ഇളക്കിയിട്ട് എന്താ കാര്യം മത്തായിയെ? അതാ പറഞ്ഞ എനിക്ക് വിവരമില്ലാന്ന്. ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളെ കൊണ്ട് നിങ്ങളയ്യ ഷോർട്ട് ഫിലിമിനിടെ ചീത്ത പറഞ്ഞ് കമന്റ് ഇടിപ്പിക്കണം. അങ്ങനെ ആ മോന്റെ പരിപാടി തന്നെ നെഗറ്റീവ് ആയിട്ട്. പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ ചീത്ത പറയിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാന്നാ ഞാൻ? പെണ്ണുങ്ങളെ കൊണ്ട് മാത്രമല്ല, എനിക്ക് ആരെ കൊണ്ടും ചീത്ത പറയിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ. വേണേ ചെയ്താൽ മതി, ഞാൻ പോവും. കടിച്ചനെക്കാട്ടും വലുത് പാലത്തിലോ? പ്രയോജനം നിന്റെ 200 കുറവുണ്ടേ. അത് അടുത്ത പ്രാവശ്യം തരാ. പിന്നെ ഇന്നത്തെ കൂടി എനിക്കല്ലേ കിട്ടുക, എല്ലാട്ട് കുറച്ചോളൂ. സീമ, നിന്റെ ആയിരം എഴുതിയുണ്ട് കേട്ടോ. ആൻസേട്ടന്റെ മരുവള കല്യാണം ഇപ്രാവശ്യത്തെ കുറി എനിക്ക് തന്നെ തരണേ. അതിന് എന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കല്ലോ, ഇത് നറുക്കിട്ടിന് എടുക്കുന്നല്ലേ കുറി. ഓ അങ്ങനത്തെ വർത്താനൊന്നും പറയണ്ട. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ നിങ്ങൾ എടുത്തു കൊടുക്കുന്ന കഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എടി എനിക്ക് കുറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് കേട്ടല്ലോ. ഓ ഞാനിപ്പോ ഒരു 200 രൂപ കുറച്ച് കൊടുത്തതിന്റെ വർത്താനേക്ക് ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയുന്നല്ലേ. ഓന്റെ ഒരു ഷോർട്ട് ഫിലിം തമ്പുരാനല്ല കിമ്പുരാനാ. നിങ്ങൾ കച്ചറ ഉണ്ടാക്കല്ലേ, ഞാൻ അടുത്ത പ്രാവശ്യം നിങ്ങളെ പുരയിൽ വന്ന് പിരിച്ചോളാം. നിങ്ങൾ ഇവിടെ കുറി പൈസ പിരിച്ച് കുത്തിരിനോളൂ കേട്ടോ. ഞാൻ കുറി പിരിക്കുന്നുണ്ടല്ലേ ഇടയ്ക്ക് നിനക്ക് ചോദിക്കുമ്പോ പൈസ എടുത്ത് തരുന്നത്. അല്ല അതൊക്കെ ശരിയാണ്. അപ്പൊ നിങ്ങൾ സംഭവം ഒന്നും അറിയില്ല. എന്ത് സംഭവം? നമ്മളെ ഷോളിയമ്മേന്റെ മോൻ പുതിയൊരു ഷോർട്ട് ഫിലിം എടുത്തില്ലേ, തമ്പുരാൻ. ആര്? ഗിനീഷോ? ആ ഷോർട്ട് ഫിലിമോ? ഒരു ചാൻസ് ചോദിക്കായിരുന്നു. അയ്യോ നിങ്ങളൊന്നും ചാൻസ് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ അതിലെ കഥാപാത്രങ്ങളാണ്. എടാ ഞാനും ഉണ്ടോ? എല്ലാരും ഉണ്ട്. പ്രഭിജുണ്ട്, രമണീച്ചിനുണ്ട്, സീമേച്ചുണ്ട്, രമ്യുണ്ട്. അതെങ്ങനെയാടോ അഭിനയിക്കാതെ എങ്ങനെയാ ഞങ്ങളൊക്കെ കഥാപാത്രമാവുക? അഭിനയിക്കേണ്ട കഥാപാത്രങ്ങളാവും. അതാണ് ഓന്റെ മിടുക്ക്. നിങ്ങളൊക്കെ അതിൽ പുനഃസൃഷ്ടിച്ചിരിക്കും വളരെ ഗംഭീരമായി. അത് നല്ലല്ലേ? നല്ലതോ? എന്റെ പെണ്ണുങ്ങളോ നിങ്ങളെ പറ്റിയൊക്കെ വളരെ മോശമായിട്ടാ ചിത്രീകരിച്ച്. അതെന്ത് ചതിയോ കാണിച്ചേ? പിന്നെ അല്ലാണ്ടോ എനിക്കെന്താ ചെയ്യണ്ടേ? പ്രതികരിക്കണം. നിങ്ങള് എങ്ങനെ പ്രതികരിക്കണം എന്ന് ഈ പറയുന്നത്? രണ്ടെണ്ണാട്ട് പൊട്ടിച്ചെടുത്താലോ പോയിട്ടോനെ. അത് ഉളുപ്പുള്ളവനല്ലേ. ഉളുപ്പുള്ളവരെ അടിച്ചിട്ടല്ലേ കാര്യമല്ലോ. ആ ചങ്ങാനെ അടിച്ചിട്ട് ഒരു കാര്യമല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് സൈബർ അറ്റാക്ക്. സൈബർ അറ്റാക്കോ? ആ അതറിയൂല. ആദ്യം നിങ്ങൾ തമ്പുരാൻ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഒന്ന് എടുക്കുക, എന്നിട്ട് കാണുക. കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടിയിൽ കമന്റ് ബോക്സ് ഉണ്ടാവും. ആ കമന്റ് ബോക്സിൽ അങ്ങോട്ട് നല്ല തോന്നിയാസം അങ്ങോട്ട് എഴുതി വിടും. തോന്നിയാസം എഴുതാനോ? ഞങ്ങളോ? അയ്യോ തോന്നിയാസം അറിയാത്ത മുത്തുമണികള്. നിങ്ങൾ അമ്മാമ പറയുന്ന കാര്യം തന്നെ അതിന്റെ അടിയിൽ എഴുതി അങ്ങോട്ട് വിട്ടാ മതി. അത് നല്ല തോന്നിയാസായിരിക്കും. അപ്പൊ ചെയ്തോളണം. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ നാടൊന്ന് ഇളകണം. ആ കാര്യത്തിൽ നിങ്ങൾ മുൻകൈ എടുക്കണം. എടുക്കല്ലോ? ഞങ്ങളെ അപ്പൊ ഞാൻ പോട്ടെന്നാല്. ആ അല്ലടാ അതിന്റെ പേരെന്തേനി? കണ്ടോളി, തമ്പുരാൻ. ശരിക്ക് കാണാം. എന്താണ് അവിടെ നിന്ന് രണ്ടുപേരും കൂടി? എന്താ പരിപാടി? എന്താ ഫോണിലേക്ക്? എന്താ മറ്റേ ഷോർട്ട് ഫിലിം കാണിച്ചു കൊടുത്തല്ലേ തമ്പുരാൻ? തമ്പുരാനാ? ആ നമ്മളെ മറ്റേ പയ്യൻ ചെയ്താ? ആ ഗിരീഷ് ചെയ്തേ. അത് ഞാൻ കണ്ടായിരുന്നു. കണ്ടോ? ആ എന്ത് തോന്നി? എന്തു തോന്നാ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോർട്ട് ഫിലിമാ. കുഴപ്പമില്ലാത്ത ഷോർട്ട് ഫിലിമാ. അതെന്തുകൊണ്ടാ തോന്നിയെന്നറിയാം നിങ്ങൾക്ക്? നിങ്ങൾ നാട്ടുകാരനല്ലാത്തതിനെ കൊണ്ടാ. നിങ്ങൾ നാട്ടിലുള്ള ഈ നാട്ടിലെ മൊത്തം ആൾക്കാരെ വൃത്തിയിട്ട രീതിയിലാണ് ചിത്രീകരിച്ച്. ഈ നാട്ടിൽ ആരെന്ത് കാണിച്ചെന്നാ നീ പറയണത്? അതില് പിന്നെ അല്ലാണ്ട് നിങ്ങൾ എന്താ പറയുന്നത്? നമ്മളെ ചായപ്പൊടി അടുത്തുന്ന സുധാകരൻ ഉണ്ടല്ലോ, മൂപ്പര് 3 ദിവസമായി കട തുറന്നിട്ട്. അത് പുള്ളി വല്ല വയ്യാഞ്ഞിട്ടായിരിക്കുള്ളൂ. അതൊന്നല്ല, മൂപ്പര് അതിലൊരു പാസിംഗ് ഷോട്ടേ ചെയ്തുള്ളൂ. അപ്പോഴത്തേക്ക് നാട്ടുകാർ പറഞ്ഞ് എന്റെ പീടി ആള് കത്തിക്കുന്നു. ഇറ എന്ത് കാര്യത്താണ്? ഒരുത്തന്റെ ക്രിയേറ്റിവിറ്റി അല്ലേ. അങ്ങനെ ഒരുത്തൻ നമ്മുടെ നാട്ടിലൊരു ക്രിയേറ്റിവിറ്റി ഉള്ളൊരുത്തനുണ്ടെങ്കിൽ അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കല്ലേ വേണ്ടത്. ക്രിയേറ്റിവിറ്റിക്ക് ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം പോലും ആ സിനിമയ്ക്കില്ല. പിന്നെ പോരാത്ത നിങ്ങൾ നമ്മളെ ഇയാളെ കണ്ടിരുന്നോ? കോമരത്തിന് വെളിച്ചപ്പാട്. ആ വെളിച്ചപ്പാടിനാ.
അത് ഇന്നലെ വൈകിട്ട് അതിൽ കൂടി ചോരയൊക്കെ വെച്ചിട്ട് കൊണ്ട ഇന്നലെ തുള്ളലുണ്ടാക്കാണ് അമ്പലത്തിൽ. തുള്ളലല്ല, അത് നാട്ടുകാർ കഴിഞ്ഞ് മേഞ്ഞതാ. എന്ത് കാര്യത്തിനാടാ? എന്ത് കാര്യത്തിനാന്നോ? മൂപ്പരായാലും നായകെ. എടാ അതൊരു ഷോർട്ട് ഫിലിം അല്ലേ, നമ്മള് സിനിമയായിട്ട് കാണുക, ജീവിതമായിട്ട് കാണുക. ഇനിയിപ്പോ ഒരു കാര്യം തീരുമാനിച്ചേക്ക്, എന്തായാലും കോമരത്തിന്റെ പട്ടും വാളൊക്കെ തിരിച്ചെടുക്കാൻ പോകും. എന്തെന്ന് ചെറിയ പടം കൊള്ളൂല. ഓരോ ഡയറക്ഷൻ ചെയ്യാനും അറിയില്ല. ഇതിനങ്ങനെ വലിയ കാര്യം പോലെ കണ്ടിട്ട് പ്രതികരിക്കുന്നവർ ഇത് പ്രതികരിക്കാൻ പോയിട്ട് കാണാൻ പോലും കൊള്ളൂല. എന്ത് തല്ലിപ്പൊളിയാ സംഭവം. ഓനറിയില്ല കേട്ടോ, ഒന്നും അറിയില്ല. നിങ്ങൾ കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. എന്ത് മനസ്സിലാവുന്ന വിധത്തിൽ എടുക്കണ്ടേ? എന്ത് തല്ലിപ്പൊളിയൊക്കെ ഇക്ക വെറുതെ കണ്ടിക്കാന്റെ സമയം പോക്കണ്ട. എന്റെ സമയം എന്തായാലും പോയി. എന്റെ കാര്യം ഇക്ക കണ്ടിട്ടൊരു കാര്യമല്ല. ഇക്ക കാരണം ഈ നാട്ടിൽ ഇല്ലാത്ത ആളാ. നീ എന്തിനാ ഈ നാട് ആ നാടുമായിട്ട് കൂട്ടിക്കൊടുക്കണം? ഈ നാട്ടിലുള്ള നിങ്ങളെ ഭാര്യ ഉണ്ടല്ലോ ഇതില്. ഞാനോ? ഷോർട്ട് ഫിലിമിലാ? പിന്നെ അല്ലാണ്ടോ? പിന്നെ കുട്ടിപ്പടത്തിൽ അഭിനയിക്കാൻ പോകല്ലേ എന്റെ പരിപാടി. നിങ്ങൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഉള്ളതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നീ വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം. ഇതിന്റെ ഒരു പകുതി ആവുന്ന സമയത്ത് ഒരു പെണ്ണുങ്ങൾ തട്ടൊട്ടിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സീന് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടു അലമ്പ് പെണ്ണുങ്ങൾ ഞാൻ കണ്ടു ആണല്ലോ. അത് നിങ്ങളാ. അതെങ്ങനെയാടാ ഞാനാവുന്നത്? ഞാൻ അതിന്റെ അകത്ത് അഭിനയിച്ചിട്ടില്ല. ഞാൻ ഒന്നിന്റെ അകത്ത് അഭിനയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ? നിങ്ങൾ അഭിനയിക്കേണ്ട ആവശ്യമല്ല, അത് ഓന്റെ പറഞ്ഞതുപോലെ ഓന്റെ ഒരു കളിയാ. അത് അവന്റെ ക്രിയേറ്റിവിറ്റി ഒരു ആർട്ടിസ്റ്റ് ചെയ്ത ഇവിടെ കൂട്ടിച്ചേർക്കണം എന്തിനാ? നിങ്ങൾ അങ്ങോട്ടാ പോയെന്നറിയോ? കള്ള് ഷാപ്പിലേക്ക്. അത് വല്ല ഇറച്ചിക്കറി മേടിക്കാൻ പോയായിരിക്കും. കള്ള് ഷാപ്പിലോ? നിങ്ങൾ കള്ള് ഷാപ്പിലേക്ക് പോകുന്ന സീനാണത്. അത് ഞാനോ? ഏതിങ്ങനെ നടന്നു പോകുന്ന ഒരു അലമ്പ് പെണ്ണുങ്ങള് ഞാനോ? എത്താത്തേ എന്നിട്ട് ഞാൻ കള്ള് ഷാപ്പിൽ പോയിന്നോ? അതൊക്കെ സിനിമയല്ലേ? അല്ല ഉള്ള തന്നെയാണോ പപ്പു പിള്ള? ഉള്ളതല്ലാണ്ട് പോരാത്ത ഇയാളെ ഉമ്മാനെയും ബാപ്പാനെ അടക്കം വിളിച്ചിക്ക് തെറിയ. എന്നാ ഓരമ്മാനെയും ബാപ്പനെ വിളിച്ചോട്ടെ, അത് ഇത്തിരി കിട്ടണ്ടേ തന്നെയാണ്. എന്നാലും നമ്മൾ ഇത്ര നാറ്റിച്ചോ എന്നെ? നിക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിക്കാൻ ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല. നിങ്ങൾ അതിന്റെ കമന്റ് ബോക്സ് ഒന്നും വായിച്ചില്ല? അതിന്റെ അടിയില് ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ കയറി ഒരു വിട്ട ഭർത്താക്കന്മാരൊക്കെ മൊണ്ണാളാന്ന് പറഞ്ഞത്. ഓരൊക്കെ ആദ്യം അടിക്കണം. പറഞ്ഞോ എന്നാ ആ ഗിനീഷിനെ എനിക്ക് ഇന്ന് അടിക്കണം. അടിച്ചേ പറ്റൂ. ഓനെ ഞാൻ അടിച്ച് പെരക്കാക്കി. ഇതൊക്കെ ചുമ്മാ പറയണെന്ന്. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ഗാനം പറയാ. പിന്നെ ഓനെടണ്ട് നാട് വിട്ടു പോയില്ലേ? എന്നാ ഓന്റെ വീട് എനിക്ക് വീട് കത്തിക്കണോന്നാ? എന്ത് കാര്യത്തിന്? എന്റെ ഇക്ക ഇന്നെ ഇക്കാനെ ഇക്കാന്റെ ഉമ്മാനെ ഉപ്പേനെ ഒക്കെ മോശക്കാരനാക്കിയിട്ട് ഓനൊരു കുട്ടിപ്പാട് എടുക്കുക എന്നാൽ നമ്മൾ ഓനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഓനെ തകർക്കണം. അയ്യോ, അത് അവന്റെ ക്രിയേറ്റിവിറ്റിയാണ്. ഇതുപോലുള്ള കലാകാരന്മാര് നാട്ടിൽ വളർന്നു വന്നാലേ അവരുടെ പേരിലായിരിക്കും ഈ നാടും നാട്ടുകാരായ നമ്മളൊക്കെ അറിയപ്പെടണത്. അറിയപ്പെടും. ഓനെ നാട്ടുകാരെല്ലാം കൂടി തല്ലിക്കൊന്ന് ഓനെ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കും. അങ്ങനെ ഈ നാടും നാട്ടുകാരും ഓന്റെ പേരിൽ അറിയപ്പെടും. അങ്ങനെ ഇപ്പൊ നാട്ടുകാർക്ക് കൊല്ലാൻ ഞാൻ ഓനെ കൊടുക്കൂല. എനിക്ക് തന്നെ ഓനെ കൊല്ലണം. ഇതാ ഈ സ്പിരിറ്റാ വേണ്ടത്. ഇങ്ങനെ ഒരു വിവാദമായ ഷോർട്ട് ഫിലിം എടുക്കാനുണ്ടായ വികാരം? അടി പൂരടിയായിരുന്നില്ലേ? ആറാട്ട് മഹോത്സവത്തിന്റെ അന്ന് ചേരി തിരിഞ്ഞുള്ള അടിയായിരുന്നു. 2 ഗ്രൂപ്പായിട്ട് എന്നെ ഉത്സവപ്പറമ്പിൽ വരമ്പിന്റെ മുകളിലിട്ട് ചവിട്ടി കൂട്ടിയെല്ലാം കൂടി മണ്ണിൽ തുരുട്ടി നെടുകം പുറത്തൊരടിയും കൂടെ കിട്ടിയപ്പോൾ ഒരു കിളി പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് ഐഡിയ വന്നു. ക്രിയേറ്റിവിറ്റി ഉണർന്നാണ്. എന്തുകൊണ്ട് ഇതൊരു ഷോർട്ട് ഫിലിമായി കൂടാ? അവിടെ വെച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയതാ. മാഷേ മാഷ് ലക്ഷണം കണ്ടിട്ട് ഓനെ പെണ്ണായി തോന്നില്ല. ഓനെ എങ്ങനെ ഇവിടെ നിൽക്കാനാ? നമ്മുടെ നാട്ടുകാരെ പറ്റി മോശമായിട്ടും അപ്പുറത്തെ നാട്ടുകാരെ പറ്റി നല്ല അടിപൊളിയായിട്ടും ചിത്രീകരിച്ച്. എന്താ നമ്മളെ നാട്ടിനെ പറ്റി ഓനിൽ കാണിച്ചത്? ഇയാളെ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഉണ്ടാ ഫോൺ കൊണ്ടിട്ടെ ഒഴുക്ക് യൂട്യൂബ് ഇട്ടില്ലേ? ഓ നെറ്റ് ഉണ്ടല്ലേ? ഓ ഇരിക്ക് കണ്ടു നോക്കടോ. ഇതാ അവന്റെ പരിപാടി. പക്ഷെ ഈ ഷോർട്ട് ഫിലിമിന് നിലവേദി എന്താണ് വിമർശനങ്ങൾ വരുന്നത്? എന്ത് വിമർശനം? ഇവിടെ അസൂയ എന്ന് പറഞ്ഞാൽ ഈ അസൂയക്ക് വിമർശനം നിങ്ങൾ ഇങ്ങനെ പേര് കൊടുത്ത് വിളിക്കരുത്. എൻ്റെ ആ കഴിവ് കണ്ടിട്ട് ചില ആൾക്കാർക്ക് സഹിക്കുന്നില്ല. അതാണ് അതിൻ്റെ ബേസിക് സാർ. പക്ഷേ ഈ നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി എടുത്ത് പരിശോധിച്ചാൽ അതിൽ വരുന്ന കമന്റുകളൊക്കെ നിങ്ങൾക്കെതിരാണ്. അതിനൊക്കെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. നമ്മളെ പരിപാടിയായിട്ട് മുന്നോട്ട് പോവുക. ഞാനിപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ശ്യാം ചരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. തെലുങ്ക് പടത്തിൻ്റെ 200 കോടി രൂപ പ്രൊജക്റ്റാണ്. ഞാൻ അതിന്റെ പുറകെ, എനിക്കും വിമർശനത്തിന്റെ പുറകെ പോകാൻ സംഭവം സമയമല്ല എനിക്ക്. അപ്പോൾ ഈ മലയാള സിനിമയും വിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി മലയാള സിനിമയിൽ എന്തുണ്ടാക്കാനാണോ? ആകെ 14 ജില്ല ഉണ്ട്. അവിടെ നമ്മൾ എന്തുണ്ടാക്കാനാണ്? എനിക്കതിൽ താല്പര്യമില്ല. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഷോർട്ട് ഫിലിം തന്നെ ഞാൻ യൂട്യൂബിൽ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഞാൻ കൊടുത്തില്ലല്ലോ. ഇതിനൊരു തുടർച്ചയായിട്ട് 2ാം ഭാഗം ഉണ്ടാവും എന്ന് തന്നെയാണോ? തമ്പുരാനോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവിടെ ഒരു തുടർച്ചയില്ലെങ്കിൽ പ്രേക്ഷക ലക്ഷങ്ങൾ എന്നെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിരിക്കും മിക്കവാറും. മലയാളം, തമിഴ്, ഹിന്ദി ഒരു
5 ഭാഷയിലെങ്കിലും ഒരു 1000 കോടി പ്രൊജക്റ്റായിട്ട് ഇത് വരും. അതിന്റെ പേര് ഒരു പക്ഷേ തമ്പുരാട്ടി എന്നായിരിക്കും. എന്തൊരു ധൈര്യാടി ഇവളെ പറ്റി ഇങ്ങനെ പറയാ. ഓന്റെ ധൈര്യം ഉണ്ടല്ലോ ഓന്റെ അവസാനാണ്. ഇതോടുകൂടി തീരും ഓന്റെ ധൈര്യം. ശരിയായി കളയണം. വാതിലടച്ചു പൂട്ടി ഇരിക്കുക. പേടി ഉണ്ടാവേ. അപ്പൊ ഭയമില്ല. ഭയം എന്റെ ഡിക്ഷണറിയിലില്ല. ഭയം എനിക്ക് മാത്രമല്ല, ഞങ്ങളെ ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ ഭയം തൊട്ട് തിരിഞ്ഞു. ഭയം ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും വലിയൊരു സാഹസത്തിന് ഇറങ്ങുന്ന സുഹൃത്തെ, നിങ്ങളത് മനസ്സിലാക്കണ്ടേ? ഇറങ്ങി വേണം അങ്ങോട്ട്, ഇറങ്ങി വേണം. ധൈര്യം ഉണ്ടെങ്കിൽ ഭയപ്പെട്ട് പിന്മാറുന്ന അങ്ങോട്ട് ഭംഗി വന്നതാ. ഇവരയില് നിന്നിട്ട് ഇനി വർത്താനം പറക്കാം. അന്നെ ഞങ്ങൾ ഇവിടെ വലിച്ചഴിച്ച് കുറച്ച് ടീം അലവലാത്തിയുള്ള നാട്ടുകാരാ. എന്നെ കൈ കിട്ടിയ പെരുമാറണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ചില കൂതറകളാണ്. എടാ നീ എന്നെ പറ്റി എന്താണ് പറഞ്ഞത്? മേക്കപ്പ് എനിക്ക് ഇത്തിരി കൂടുതലാണെന്നല്ലേ? നിന്റെ 10-60 വയസ്സായ തള്ളയുടെ മേക്കപ്പിന്റെ അത്ര എനിക്ക് ഇല്ലടാ. അവര് ചുരിദാറൊക്കെ അണിഞ്ഞൊരുക്കി നടക്കുന്ന നാട്ടുകാർ മോള് അതിനെ കുറിച്ചാണ് പറയുന്നേ. നീ എന്താണ് കോഴിക്കോട് അങ്ങാടിയിലെ പെണ്ണുങ്ങളെ പറ്റി വിചാരിച്ചേ? ഇങ്ങോട്ട് ഇറങ്ങണായിരുന്നേ. കുറ്റിമരയെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇറങ്ങി പുറത്തു നിന്നാൽ പോരെ? ഞാനോ? എൻ്റെ പട്ടി പോവും. അങ്ങനെ അവരെ അഭിമുഖീകരിക്കാൻ മാത്രം ഭീരുവല്ല ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന പരിപാടിയെ ഇല്ലളിയാ. അല്ലല്ല എന്താ നിങ്ങൾ ഉദ്ദേശം? ആഹാ, അപ്പൊ ഇനി ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഈ ഗിനീഷ് എന്ന് പറഞ്ഞ ഒരുത്തുണ്ടല്ലോ ഇവിടെ നാട്ടുകാരെ മൊത്തം നാട്ടിച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നു. ഞാനല്ലോ ഫസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഇനി എന്താണ് ഒന്നും പ്രതികരിക്കാത്തെ? ഈ പൂട്ടിട്ട പോലെ മുമ്പ് ഒച്ചുണ്ടാക്കി നിമ്മക്ക് എന്ത് കിട്ടാനാ? ഓരിവിടെ ഇല്ലേ? ഇല്ല. ഓന്റെ അമ്മയോ? ഇല്ല. ഇനിയിപ്പൊ എന്താ ചെയ്യോ? ഓനമ്പൊക്കെ എന്തായാലും റെഡി ആക്കണല്ലോ. എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കിട്ട് ഒരു കാര്യമില്ല. സൈബർ അറ്റാക്ക്. അതെന്താ? നിങ്ങൾ എല്ലാരും കൂടി ഓരോ വീഡിയോ ആക്കിയിട്ടില്ലേ ലൈവായിട്ട് ഓൻ എങ്ങനെ തെറി വിളിക്കണം. ഓരോ തെറിക്കും കൊറേ റീച്ച് കിട്ടും. എത്ര തെറി പറയുന്നോ അത്രയും റീച്ച് കിട്ടും. എല്ലാവർക്കും നമസ്കാരം. ആ ഗിനീഷ് എന്ന് പറഞ്ഞ പട്ടി ചെറ്റ നാറിയിലും ഈ തെറി നമ്മളല്ല വിളിക്കണ്ടേ, ഓനെ ഓനെ കൊണ്ട് വിളിപ്പിക്കേ. ഇപ്പൊ ഞാൻ വിളിച്ച ചീത്ത മൊത്തം നിങ്ങൾ ഓനെ വിളിക്കണം. ഓന് ചില്ലറ കളിയല്ല ചെയ്തത്. നമ്മൾ പെണ്ണുങ്ങളെ കുറിച്ചൊക്കെ അപമാനിച്ചിട്ട് ഓനൊരു കുട്ടിപ്പടം ചെയ്തിട്ടുണ്ട്, അതായത് ഷോർട്ട് ഫിലിം. ഇതിനെതിരെ നമ്മൾ സ്ത്രീകൾ എല്ലാവരും പ്രതികരിക്കണം. പ്രതികരിക്കാന്ന് പറഞ്ഞാലേ ഒരു സാധാരണ പ്രതികരണമല്ല, ശക്തമായ പ്രതികരണം. ഞങ്ങളെപ്പോലെ അന്തസ്സും അഭിമാനത്തിലും ജീവിക്കുന്ന സ്ത്രീകൾക്കെതിരെ ഓൻ ഇത്തരം ആരോപണങ്ങളായിട്ട് വന്നിരിക്കുന്നത്. വിടൂല ഞങ്ങളോനെ. ഇത് ഈ നാട്ടിലെ ഒരു പ്രശ്നമല്ല, കേരളത്തിലെ പ്രശ്നവുമല്ല, ഇന്ത്യയിലെ പ്രശ്നവുമല്ല, മറിച്ച് ലോകത്തിലെ തന്നെ സ്ത്രീകളോടുള്ള അവഹേളനമാണ്. നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഷോർട്ട് ഫിലിം മുഴുവനായും കാണണം. എന്നതിന് ശേഷം ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കണം. പ്രതികരിക്കാന്ന് പറഞ്ഞ ഓന്റെ വീട്ടിൽ പോയി ഓന്റെ കുടുംബക്കാരെയും തെറി വിളിക്കണം. ഇനിയിപ്പോ ഇങ്ങക്ക് ആർക്കും തെറി വിളിക്കാൻ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവന്റെ ഷോർട്ട് ഫിലിമിന്റെ കമന്റ് ബോക്സിൽ തെറി വിളിക്കണം. തെറി അറിയില്ലെങ്കിൽ നമ്മുടെ കോഴിക്കോട് അങ്ങാടിയിൽ പ്രഭിജയിച്ചിട്ടുണ്ട്. വെറൈറ്റി തെറി മൂപ്പത്തിക്ക് അറിയാം. ഞാൻ മൂപ്പത്തിന്റെ നമ്പർ പിൻ ചെയ്തിടുന്നുണ്ട്. എന്താ സംഭവം? എന്താ ഇക്ക, ഞങ്ങളെ ഗിനീഷിനെതിരെ സ്ത്രീകൾ സൈബർ ആക്രമണത്തിലാ. അപ്പൊ അവന്റെ കാര്യത്തിൽ തീരുമാനമായി. ഓ, എന്ത് പറ്റി? ചേച്ചി ആക്രമിക്കണില്ലേ? ഇല്ല, ഞാൻ അടുത്ത ഷെഡ്യൂളിലാണ്. അപ്പൊ തീർന്നിട്ടില്ല, ഇനി അടുത്ത ആഴ്ച ഉണ്ട്. നിങ്ങൾ വൈകുന്നേരം അങ്ങാടി ഉണ്ടാവൂലേ? ഞാനെന്തിനാ അങ്ങാടിക്ക് വന്നത്? ജിനീഷിന്റെ കോലം കത്തിക്കേണ്ട നമുക്ക്. നിങ്ങൾ അവന്റെ കോലം കത്തിരിക്കാൻ ഞാനെന്തിനാ വന്നത്? ഇക്കയാണ് കോലുണ്ടാക്കി തരേണ്ടത്. അത് കൊള്ളാം. അവനെ തന്നെ ഒരു കോലയില്ല. 3 പ്രാവശ്യം നോക്കിയാലാണ് അവനാന്ന് മനസ്സിലാവുന്നത്. പിന്നെ അവന്റെ കോലം ഞാൻ എങ്ങനെ ഉണ്ടാക്കി തരാം? നിങ്ങളുണ്ടാക്കി. ഇക്കാക്ക് ഇത്ര വലിയ ഡിമാൻഡ് ആണെങ്കിലേ ഗിനീഷിന്റെ കോലം ഇക്ക ഉണ്ടാക്കി തരണ്ട. ഞാള് തന്നെ കോലം ഉണ്ടാക്കി ഞാള് തന്നെ കത്തിച്ചോനെ പണ്ടാരടങ്ങി. നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ കത്തിക്കുമ്പോഴാണ് ശരിക്കും കോലാവണത്. ശരി എന്നാ നമ്മളെ ഉച്ചക്ക് ഊണ് കഴിക്കാൻ മുമ്പ് തീരുവോ? ഇന്റെ ഇക്ക ഉച്ചക്ക് ഊണ് നല്ല, രാത്രി അത്താഴോ ഇല്ല. ഇനി ഒരാഴ്ചത്തേക്ക് ഇവിടെ വെപ്പും കുടിയില്ല. ഒരു സ്ത്രീകളും ഇവിടെ ഇനി അടുക്കളയിൽ കയറൂല. ഗിനീഷിനെ കത്തിച്ച് ചാമ്പലാക്കാണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, അവന്റെ അടിയന്തരം കൊണ്ട് നടത്തി അതും കൂടി തിന്നിട്ട് വന്നാ മതി. അത്രേ ഉള്ളൂ. ഒക്കെ പറയുന്ന പോലെ. എന്റെ പൊന്നാര മാഷെ, നിങ്ങൾ എന്റെ കണക്കൂട്ടൽ തെറ്റിക്കല. നിങ്ങൾ എന്തിനാ കണക്ക് പഠിപ്പിക്കാൻ തുടങ്ങിക്കോ അന്ന് തെറ്റിയത് എന്റെ അച്ഛന്റെ അമ്മേനെ കണക്കൂട്ടൽ. അതെന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? 15 തെങ്ങ് 13 നിങ്ങൾക്ക് തെങ്ങ് മനസ്സിലാകുന്നില്ല? ഓർമ്മയില്ല? എടോ, എന്റെ പറമ്പിലാകെ 13 തെങ്ങേ ഉള്ളൂ. പൊന്നാര മാഷെ, നിങ്ങളെ വീട്ടിന്റെ ബാക്കിലത്തെ 5 തെങ്ങ്, മുമ്പിലത്തെ 4, പിന്നെ അപ്പുറം അപ്പുറമായിട്ട് തെങ്ങ്, മൊത്തം 15 ആയില്ലേ? എടോ, 2 തെങ്ങ് അപ്പുറത്തുള്ളതായിരിക്കും. അതിന്റെ മുകളിൽ വലിച്ചിട്ട തേങ്ങ നിങ്ങളല്ലേ എടുക്കല്? അതിനെന്താ? അത് ശരി. ഒന്നാമത്തെ ഇപ്പൊ നാട്ടില് ആൾക്കാർ തേങ്ങ വലിക്കാണ്ട് തേങ്ങ എങ്ങനെ വീണോണ്ടിരിക്കുക ഈ തമ്പുരാന്റെ പ്രശ്നം കൊണ്ട്. നിങ്ങൾ ഏത് ലോകത്താ? എനിക്ക് തേങ്ങനെ പൈസ പൈസ എടുക്ക്. ഈ നട്ടാറും വരുന്ന വെയിലത്ത് തെങ്ങുമ്പോ ഉണ്ടാക്കിയ പൈസ കൊണ്ട് കളിക്കില്ല.
13 തെങ്ങ് കയറി പൈസ ഞാൻ തരുള്ളൂ. 15 തെങ്ങുണ്ട് മാഷേ. പാവുണ്ടോ ഇത് കുടിക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ട് നോക്ക്. ഒറ്റ നിങ്ങൾ പൈസ എടുത്തിട്ട് ഞാൻ ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടെ. പ്രിയ സുഹൃത്തെ, സഹോദര, ഈ ഹെൽമെറ്റ് ഊരിക്കളഞ്ഞിട്ട് കുടിച്ചാൽ പോയി ഇത്ര ബുദ്ധിമുട്ടണോ? അല്ല ഞാൻ അയച്ചു തരാം. ഇത് ജന്മനാ തലയിൽ ഹെൽമെറ്റ് കുടുങ്ങിപ്പോയത് ആളാണ്. തുറക്ക് ഐക്യ സഹോദര. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി പിടിക്കേ. ശരി. പ്രമാദമായ തമ്പുരാൻ ഷോർട്ട് ഫിലിമിന്റെ സംവിധായകൻ എന്നെ കൊണ്ട് നാട്ടിൽ എന്തെല്ലാം കൊല്ലൊക്കെ ഉണ്ടെന്നറിയോ? വിളിക്കേ പപ്പ പിള്ളേരാ, വിളിക്കേ. ആ പെണ്ണുങ്ങളെ വിളിക്കേ. നിക്കടാ, നിക്കടാ, നീ നിക്ക് നിക്ക്. പപ്പ പിള്ളേ, പ്രവിജേ, ഓടിപ്പാ, നിന്നോ നിന്നോ. ഓടിയാലും സംവിധായക. നിക്കടാ, നിക്ക്. പിടിക്കാനല്ല എവിടെ പിടിക്കാനാ? പെട്ടല്ല. അല്ല, ഇതാര് സൈഡോ? നല്ല ഗ്ലാമർ ആയിക്കല്ലോ. ഏറ്റവും കൂടുതൽ അഭിപ്രായമുള്ള നിങ്ങൾ കേട്ടോ ഷോർട്ട് ഫിലിമിന്. കള്ള പടുവാ, എന്താണ് പെണ്ണുങ്ങളെ നോക്കിക്കുന്നത്? തച്ച് പൊട്ടിക്കോ എന്റെ തലമണ്ട. അടിക്കേ. നിർത്ത്. ഗുഡ് ജോബ്. ദേഹോപദ്രവം ചെയ്യരുത്. ദേഹോപദ്രവം ചെയ്താൽ കേസ് മാറും. പതുക്കനെ എനിക്ക് നട്ടല് പൊട്ടിപ്പോയിക്കോ. എന്താടാ മനസ്സിലാക്കിയേ? നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ വേണ്ടാത്ത രീതിയിൽ ചിത്രീകരിച്ച് എന്നെ വെറുതെ വിചാരിച്ചോ? എന്താടാ ചെയ്തതിന്നെ? തട്ടിട്ട് ഞാൻ കള്ളു ചൂടാന്ന്. അതൊരു കഥാപാത്രം മാത്രമല്ല. നിങ്ങൾ ഇങ്ങനെ ചൂടാണ്ട കാര്യമുണ്ടോ? കഥാപാത്രം നിങ്ങൾ തന്നെയാ. എന്നെ പറ്റി നീ എന്താ പറഞ്ഞത്? ഞാൻ ഫുൾ ടൈം മേക്കപ്പ് ഇട്ട് നടക്കുകയാണെന്നും മരിച്ച വീട്ടിലേക്ക് വരെ ഞാൻ മേക്കപ്പ് ഇട്ടിട്ടാ പോകുന്നത്. അല്ലടാ, നീ എന്നെയല്ലേ ഉദ്ദേശിച്ചത്? നിങ്ങൾക്ക് ഇത്രേ വിവരമേ ഉള്ളൂ. അതൊക്കെ വെറും സങ്കല്പം. നോക്കടാ. ഈ എന്താ പറഞ്ഞത്? ഞാൻ ഈ പഞ്ചായത്തിലെ പരദൂഷണക്കാരിയാണോ? മേലാളി ഈ ഷോർട്ട് ഫിലിം എടുത്തോ ഒന്നും ഞാണ്ടല്ലോ. ഉള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു. എന്റെ കയ്യിൽ പൈസക്ക് ഇത്തിരി ഷോർട്ട് ഉള്ളതിനെ കൊണ്ട് ഞാൻ ഷോർട്ട് ഫിലിം എടുത്ത്. ഒരു പൈസ ഫുള്ളായിട്ട് പറ്റും ഞാൻ ഫുൾ ഫിലിം എടുക്കാം. എന്നെ ഫുള്ളായിട്ട് ഞാൻ കൊല്ലും. അങ്ങനെ ഞാൻ ഇപ്പൊ എന്താ വേണ്ടേ? കട്ട് ചെയ്യണം, വെട്ടി മാറ്റണം, വിവാദമായ സീനൊക്കെ വെട്ടി മാറ്റണം, എല്ലാം മാറ്റണം. പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു സീൻ ഞാൻ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ താത്തക്ക് വേണ്ടിട്ട് ഒരു സീൻ അതും ഞാൻ കട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു സീൻ അതും ഞാൻ കട്ട് ചെയ്യാം. എനിക്ക് വേണ്ടിട്ട് ഒരു 6 മോളെ നടക്കും. എന്റെ ടൈറ്റിലെങ്കിലും കയറി പോണ്ടേ? അപ്പൊ മൊത്തം 27 സീന് കട്ട് ചെയ്യും. 27 സീന് കട്ട് ചെയ്യും. അങ്ങനെ വഴിക്ക് വാ. അത് മാത്രം പോരെ, നീ മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞിട്ട് പോയാ മതി. ഞാൻ എന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് ഈ സമൂഹത്തോട് മൊത്തത്തിൽ ഈ കോഴിക്കോട്ടങ്ങാടിയിലെ മുഴുവൻ ജനങ്ങളോടും നിരുപാധികമായിട്ട് മാപ്പ് അപേക്ഷിക്കുകയാണ്. ഓരോരുത്തരും പറയടാ. അല്ല, ഇമറ്റേറ്റി മാപ്പാക്കണം. 1, താത്ത മാപ്പാക്കണം. 2, ഇക്കാക്കാനോട് പ്രത്യേകം മാപ്പ്. 3, സ്കണ്ടം മാപ്പാക്കണം. സ്കണ്ടനല്ല കണ്ടൻ. കണ്ടം മാപ്പാക്കണം. 4, പിന്നെ നുണ പറയാത്ത പ്രവിചേച്ചി മാപ്പാക്കണം. 5, ഇതാരെയും ലീലാമ്മ മാപ്പാക്കണം. രമണി രമണിയേച്ചി മാപ്പാക്കണം. രമ്യ മാപ്പാക്കണം. നിങ്ങളോട് ഞാൻ വീട്ടിൽ വന്ന് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം ഈ മാപ്പ്. മാപ്പ് ഇവിടുന്ന് കണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം കുടുംബസമേതം. എന്റെ കല്യാണത്തിന് അല്ല മാപ്പ് ആടുന്നാരം പറഞ്ഞ് ഗംഭീര അടിക്കേണ്ട കാര്യമല്ല. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നിങ്ങൾക്കൊക്കെ വേറൊരു സന്തോഷം ഓർത്തത്, ഇന്ന് വൈകിട്ട് ഞാൻ ഇങ്ങൾക്കൊക്കെ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഈ കട്ട് ചെയ്ത ഭാഗങ്ങളിലെ അത് ഒഴിവാക്കിക്കൊണ്ട് പുതിയ എന്റെ ഷോർട്ട് ഫിലിം ഇന്നലെ അപ്ലോഡ് ചെയ്യും. വൈകുന്നേരം 5 മണിക്ക്. നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എന്തെങ്കിലും വിവാദം ഉണ്ട്, നിങ്ങൾ എന്നെ കണ്ടുപിടിക്കണ്ടേ. തിരുത്താനുള്ള അവകാശം എന്റെ നാട്ടുകാർക്ക് മാത്രം.
നിങ്ങൾ കട്ട് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിം ഞങ്ങൾ എല്ലാരും കൂടെ കുത്തിരുന്ന് കാണും. അതിലെങ്ങാനും എന്തെങ്കിലും ഉണ്ടെങ്കിലും 27 വെട്ട് വെട്ടിട്ട് ഇനി അതിൽ എന്തുണ്ടാവാനാ? സമരപരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ എല്ലാരും കൂടി ഓനെ പിടിച്ചിട്ട് ഓനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. മേലാതെ ഇനി ഓനാ പണിച്ചു. എന്റെ ഇക്കൊന്ന് വേണേനു. ഞാനോട് എല്ലാരോടും പരസ്യമായിട്ട് കരഞ്ഞു മാപ്പ് പറഞ്ഞില്ലേ. ഇക്കാനോട് മാപ്പ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലോ എന്തൊരു സന്തോഷം എന്നറിയോ. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു പുതിയ സംഭവം കൂടെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലേ. അതായത് ഈ ഷോർട്ട് ഫിലിമിന്റെ അകത്ത് 27 പീസ് ഞങ്ങൾ കട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഓനോട് ഇനി അടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വരും മോനെ പുതിയത്. പക്ഷെ അതിൽ 27 ഭാഗങ്ങൾ ഉണ്ടാവില്ല. ഞങ്ങള് പൊട്ടികളെ അവന്റെ യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അറിയാമോ? ആകെ 3 പേര്. അവൻ, അവന്റെ ഭാര്യ, അവന്റെ ഭാര്യയുടെ ആങ്ങള. അവന്റെ യൂട്യൂബിൽ എത്ര വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അറിയാമോ? 30 വ്യൂവേഴ്സ്. നമ്മുടെ നാട്ടിലെ കുറച്ച് പേര്. ഇപ്പൊ അതിന്റെ വ്യൂവേഴ്സ് എത്രയാണെന്ന് അറിയാമോ? 13 മില്യൺ. അതുപോലെ അവന്റെ സബ്സ്ക്രൈബേഴ്സ് എത്രയാണെന്ന് അറിയാമോ? 10 മില്യൺ. ഇതുപോലത്തെ ഒരു പൊട്ട വീഡിയോ നിങ്ങളെയൊക്കെ പ്രൊവോക്ക് ചെയ്ത് അവൻ ഇത്ര ഹൈപ്പിൽ കൊണ്ടുവരും. അതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, അവൻ നല്ല ക്രിയേറ്റിവിറ്റിയിലുള്ളവനാ. അയ്യോ പുതിയ വീഡിയോ വന്നു. കണ്ട ഇക്ക എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ പുതിയ വീഡിയോ ഇട്ട കണ്ട 27 കഷ്ണം അതിന്റെ അകത്ത് ഉണ്ടാവില്ല. ഇനി നോക്കിക്കോ ഞങ്ങൾ തന്നെ വിജയിച്ചത്. കണ്ട എത്ര പെട്ടെന്ന് നോക്ക്. പറഞ്ഞിട്ട് സെക്കൻഡ് ഒക്കെ ഇങ്ങനെ ഇടാന്ന് പറഞ്ഞാൽ ഒന്ന് നല്ലോണം പേടിച്ച് കിട്ടോ. സെക്കൻഡ് കൊണ്ട് വിടുകയെന്നുള്ളല്ലോ, സെക്കൻഡ് കൊണ്ട് നിങ്ങളെ പറ്റിക്കാന്ന് അവന് മനസ്സിലായി. പൊട്ടി അവൻ ഇത്ര പെട്ടെന്ന് ഈ വീഡിയോ ഇടണമെങ്കിൽ ഇത് എത്ര നേരത്തെ അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും. അതാ പറഞ്ഞ നിങ്ങൾ മന്ദബുദ്ധികളും. അവൻ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ളവനാ. ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ഒന്ന് കാണുക, ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റിയ ചെറിയൊരു കമന്റ് ഇടും. ഹലോ ഗൂഗിൾ മത്തായി മോനെ, മുത്തേ ചക്കരെ, ഞാനേടാളേ എടാ. ഇനി പറഞ്ഞ ഐഡിയ ശരിക്ക് ഫലിച്ച് ഇനി മുത്താണ്. ഇനി പറഞ്ഞ പോലെ തന്നെ വമ്പ സെറ്റപ്പ് ആയില്ലേ. താങ്ക്സ് ഉണ്ടറാ, താങ്ക്സ്. എന്നെ ഞാൻ വേണ്ട പോലെ കണ്ടോളാം. ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം എനക്കും ഉണ്ടാവും. നമ്മളുണ്ടാവും മാത്രം അറിഞ്ഞാൽ മതിയേ. ഓക്കെ. ഗൂഗിൾ മത്തായിൻ്റെ നെടുന്തൂണ ഓൺലാണ്ട് ഞാനില്ല. പിന്നെ എൻ്റെ ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ, 5 പൈസക്ക് വില ഇല്ലാത്ത സാധനം, ഒരാളും മനുഷ്യനും കാണാത്ത സാധനം, ഇന്ന് എത്ര മില്യൺ വ്യൂസ് ആടാ കണ്ടത്? 10 15 മില്യൺ വ്യൂസ് അല്ലേ? അതിന്റെ പിന്നിലെ ബുദ്ധി ആരതാ? ഈ പപ്പു പിള്ളേന്റെ ബുദ്ധിയാ. അത് ഇനി മനസ്സിലാക്കണം. വെറുതെ അല്ലാലോ, ചില്ലറ ഞാൻ തരുന്നുണ്ടല്ലോ. ചില്ലറ ഇനി ഭണ്ണാരത്തെ കൊണ്ടുവച്ചിട്ടോ. ആർക്ക് വേണം എന്റെ ചില്ലറ? പിന്നെന്താ വേണ്ടേ? എനക്ക് എത്ര കിട്ടുന്നുണ്ടോ അതിന്റെ പകുതി എനിക്ക് തരണം. പകുതിയോ? പകുതി വേണം. എടോ, ഈ സാധനം ഉണ്ടാക്കിയത് ഞാൻ, അതിന്റെ കണ്ടന്റ് ഉണ്ടാക്കിയത് ഞാൻ, ഷൂട്ട് ചെയ്തത് ഞാൻ. എടോ, ക്രിയേറ്റിവിറ്റിക്കാടോ ഇന്നത്തെ കാലത്ത് പൈസ. എന്റെ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ എന്റെ പൊരയിലല്ല എനിക്ക് കിടക്കടോ. എന്റെ ക്രിയേറ്റിവിറ്റി നടന്നത് കൊണ്ടല്ലേ എയറിൽ പോയത് സാധനം. ഈ മണ്ടന്മാരായ നാട്ടുകാരെ പറ്റിച്ചിട്ടാണ് എനക്ക് ഇതിന് വ്യൂവേഴ്സ് ഉണ്ടായി തന്നത്. ഞാൻ പൊട്ടന്മാരായ നാട്ടുകാർ ഓരിത് കാണുകയും ചെയ്ത് ഓല് വേണ്ട രീതിയിൽ പ്രതികരിക്കുകയും ചെയ്ത് ആണല്ലോ. അപ്പൊ ഇനി ഇന്നെ വേണ്ട പോലെ കാണണം. കണ്ടില്ലെങ്കിൽ ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. എനിക്ക് കിട്ടുന്നതിന്റെ പകുതി വേണം. പകുതി മസ്റ്റാ, എന്നാലേ പൊരുത്തപ്പെടും. അത്രേ ഉള്ളൂ. ഇല്ലേ വിഷയാണ്. നീ ഒരു കാര്യം ചെയ്യും, നീ അടുത്ത് തന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാ. ആണോ? അതിലോ ഞാൻ ഇടപെടേണ്ടി വരുമല്ലോ. ഈ ഇടപെടൊന്നും വേണ്ട. അതിന്റെ ഫുൾ പൈസ, അത് 10 മില്യനോ 20 മില്യനോ എത്ര ആയിക്കഴിഞ്ഞാലും അത് നിനക്കുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രായച്ചിത്തം കൂടിയായിരിക്കും. ഇതിന്റെ പകുതി വേറെ തരും, അതിന്റെ ഫുള്ളുണ്ട്. പക്ഷെ ആ വീഡിയോ ഞാൻ ആദ്യം ഒന്ന് കാണും. വീഡിയോ റെഡിയാ നോട്ടെ. ഈ മണ്ടന്മാരായ നാട്ടുകാരെ പറ്റിച്ചിട്ടാണ് എനക്ക് ഇതിന് വ്യൂവേഴ്സ് ഉണ്ടായി തന്നത്. ഞാൻ ഒട്ടന്മാരായ നാട്ടുകാർ ഓരിത് കാണുകയും ചെയ്ത് ഓല് വേണ്ട ആണല്ലോ. അപ്പൊ വേണ്ട പോലെ കാണണം. എന്നെ കളി പഠിപ്പിക്കല്ലട്ടാ. എടോ, ക്രിയേറ്റിവിറ്റി വേണം, ക്രിയേറ്റിവിറ്റി. മനസ്സിലായോ? ഇതിങ്ങ അതിലിടരുതേ.